അതുകൊണ്ട് ബഹുമാനികളെ, മഹാനായ ബന്ദറിൽ, ബന്ദർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിൽ, അതായത് മംഗലാപുരത്ത് നിന്ന് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ കുറച്ച് അകലെയായി ഏകദേശം ഒരു 2-2.5 കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഒരു പട്ടണം കാണാം. ആ പട്ടണത്തിന്റെ പേരാണ് സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറയപ്പെടുന്ന പട്ടണം. ആ പ്രദേശത്തിൽ ഒരു ബന്ദർ എന്ന് പറയപ്പെടുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ ഒരു വലിയ പള്ളി കാണാം. ആ പള്ളിയുടെ അവസ്ഥ, ആ പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്തിലാണ് മഹാനായ ജലാൽ മസ്താൻ മൗല എന്നറിയുന്ന, നമ്മുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന മഹാനായ ബന്ദർ മൗല തങ്ങളുടെ മഖ്ബറ കിടക്കുന്നത്. മഹാനായ ജലാൽ മസ്താൻ മൗല തങ്ങളുടെ മഖ്ബറ ഈ പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്തിൽ മഹാനവറുകളുടെ ദർഗാ ഷരീഫ് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഈ ബന്ദർ എന്ന് പറയുന്ന പള്ളി നിർമ്മിക്കുന്നത് ഹിജ്റയുടെ 22ാമത്തെ വർഷത്തിലാണ്. സുബ്ഹാനല്ലാഹ്, 22ാമത്തെ വർഷത്തിലാണ് ഈ ബന്ദർ പള്ളി സ്ഥാപിക്കുന്നത്, ഈ പള്ളി പണിയുന്നത്. പിന്നീട് മഹാനായ ടിപ്പു സുൽത്താൻ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മഹാനവറുകളുടെ കാലത്താണ് പിന്നീട് ആ പള്ളി പുതുക്കി പണിയുന്നത്. എന്തോ ഒരു രസമാണെന്നറിയോ ആ പള്ളി. ഞാൻ ആ പള്ളിയുടെ ഉള്ളിൽ ചെന്നിരുന്നു. അവിടെ നിന്നൊരു 2 റക്അത്ത് നിസ്കരിച്ചാൽ നിസ്കരിച്ചതുപോലെ ഇരിക്കും. വിശാലമായ നല്ല മനോഹരമായ കാഴ്ചയുള്ള, എന്ന് പറഞ്ഞാൽ കണ്ടാലും പേടി തോന്നുന്ന ഫുള്ളായി മരങ്ങളാണ്, മരത്തിനാലുള്ള വലിയ ഒരു പള്ളിയാണ്. ഈ രീതിയിലുള്ള ഈ പള്ളി ഉണ്ടാക്കിയത് മഹാനായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു ആണ്. എന്തിനാ ഉസ്താദെ നിങ്ങൾ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത്? അത് നമുക്ക് പറയാം. ടിപ്പു സുൽത്താന്റെ താരീഖുകളെല്ലാം നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ സംബന്ധിച്ചെല്ലാം പരിചയപ്പെടാനും ഇവരുടെ തർബിയത്തിലായി കഴിയുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ഇതാണ് ഈ പള്ളി, അതാണ് ബന്ദർ പള്ളി എന്ന് പറയപ്പെടുന്ന പള്ളി. അതിനൊരുപാട് ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. എന്റെ കർണാടകയിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ സഹോദരന്മാർ, സഹോദരിമാർ, ഈ മണ്ണിലെല്ലാം നമ്മളൊക്കെ ഒന്ന് പോയിട്ട് നിൽക്കണം. എന്നിട്ട് 2 കരങ്ങളും മേലോട്ടുയർത്തി റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ ആ പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ജലാൽ മസ്താൻ മൗല തങ്ങൾ ആരാണ്? അവരെ അറിയാൻ ഞാൻ ആദ്യം കേരളത്തിൽ നിന്ന് പുറപ്പെടുകയാണ് കർണാടകയിലേക്ക്. ജലാൽ മസ്താൻ മൗല തങ്ങളെ തിരിയാൻ ഞാൻ ആദ്യം കേരളത്തിൽ, അതായത് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് കേരളത്തിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ നമുക്ക് കേരളത്തിൽ നിന്ന് പുറപ്പെടാം. കേരളത്തിൽ പട്ടിക്കാട് എന്ന് പറയപ്പെടുന്ന സ്ഥലമുണ്ട്. അതായത് തെന്നിന്ത്യയിലെ അത്യുന്നത മത കലാലയമായ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ്. ആ അറബിക് കോളേജിന്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ കിലോമീറ്ററുകൾ മുന്നോട്ട് പോയാൽ 19 എന്ന് പറയപ്പെടുന്ന സ്ഥലമുണ്ട്. അവിടെ ബസ് ഇറങ്ങി വലതുഭാഗത്തിലേക്കൊരു പോക്കറ്റ് റോഡ് കാണാം. ആ പോക്കറ്റ് റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഒഴിഞ്ഞ പ്രദേശം കാണാം. ആ ഒഴിഞ്ഞ പ്രദേശത്തിൽ ഒരു വലിയ പള്ളി കാണാം, പച്ച പെയിന്റ് അടിച്ചിട്ടുള്ള പള്ളി. ആ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നൊരു മഹാനുണ്ട്. ആരെന്നറിയോ? മഹാനാകുന്ന ശൈഖുനാ കണ്യാല മൗല
അവിടെ നിന്ന് തുടങ്ങണം ജലാൽ മസ്താൻ മൗലയെ പരിചയപ്പെടാൻ. കണ്യാല മൗല ആരെന്നറിയോ? കണ്യാല മൗല ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്. ആ പ്രദേശത്തിലെ വലിയൊരു പണക്കാരൻ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ പണക്കാരെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, പണക്കാര് നന്നായാൽ അവരെക്കാൾ നല്ലവരായിട്ട് വേറൊരാളും ഉണ്ടാകുകയില്ല. പണക്കാരനായിരുന്നില്ലയോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അവര് നന്നായപ്പോ അവരെ പോലെ നന്നാവാൻ ആരെക്കൊണ്ടെങ്കിലും കഴിഞ്ഞോ? മഹാനാകുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു പണക്കാരനായിരുന്നില്ലയോ? പണക്കാരൻ നന്നായി കഴിഞ്ഞാൽ അവരുടെ സ്ഥാനത്തിലേക്ക് എത്തിപ്പെടാൻ ഒരാളെ കൊണ്ട് കഴിയുകയില്ല. എന്നാൽ പട്ടിക്കാടടുത്തുള്ള തമ്പലക്കോടൻ സൂഫി മരക്കാരെന്ന് പറയപ്പെടുന്ന വലിയ ആലിമുണ്ടല്ലോ, അവര് വലിയ പണ്ഡിതനാണ്, വലിയ സൂഫി വര്യനാണ്. തമ്പലക്കോടൻ സൂഫി മരക്കാർ, ശരിക്ക് ചരിത്രം മനസ്സിലാക്കണേ. ആ സൂഫി മരക്കാര് കല്യാണം കഴിക്കുകയാണ്. ആരെ? ഒരു ഹാഫിളത്തായ പെണ്ണിനെ കല്യാണം കഴിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കണ്യാല മൗലാത്തങ്ങളുടെ മഖാമിന്റെ മുമ്പിലൊക്കെ പോയിട്ട് നിൽക്കുമ്പോ ഈ ചരിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. മഹാനായ തമ്പലക്കോട് സൂഫി മരക്കാറുണ്ടല്ലോ, കല്യാണം കഴിക്കുന്നത് ആരെയാണ്? ഹാഫിളത്തായ ഫാത്തിമ എന്ന് പറയപ്പെടുന്ന പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. അവരുടെ ദാമ്പത്തിക ജീവിതത്തിലാണ് സൃഷ്ടാവായ തമ്പുരാനതാ ഒരു വലിയ മഹാനെ കൊടുക്കുകയാണ്. ആ മഹാന്റെ പേരാണ് കണ്യാല അബ്ദുള്ള ഹാജി എന്ന് പറയപ്പെടുന്ന മഹാനായ ശൈഖുന കണ്യാല മൗല. ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിലേക്കല്ലയോ കണ്യാല മൗല ഹിദായത്തിന്റെ വെളിച്ചം പകർന്നു കൊടുത്തത്. കണ്യാല മൗലയെ ആരെല്ലാം കണ്ടുവോ അവർക്കെല്ലാം അല്ലാഹു ഹിദായത്തിന്റെ വഴികൾ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് എന്റെ വാക്കല്ല, ഹബീബ നബി തങ്ങൾ പറഞ്ഞതാണല്ലോ. സ്വാലിഹീങ്ങളുമായുള്ള സ്വഹബത്തുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിനെ നന്നാക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ജലാൽ മസ്താൻ മൗല തങ്ങളുടെ കഥയങ്ങ് പറയുമ്പോഴത്തിനേക്ക് നമ്മുടെ കൽബിന്റെ ഉള്ളിൽ അടഞ്ഞുകൂടി കിടക്കുന്ന ദോഷങ്ങളുണ്ടല്ലോ, അത് അല്ലാഹു മാഫ് തരാതിരിക്കില്ല. നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കാതിരിക്കില്ല. മഹാനാകുന്ന കണ്യാല മൗല ജനിക്കുകയാണ്. തമ്പലക്കോടൻ സൂഫി മരക്കാരുടെയും ഹാഫിളത്തായ ഫാത്തിമ ബീവിയുടെയും മകനായി ഹിജ്റയുടെ 1356 കൊല്ലം വിശുദ്ധമായ റജബ് 27 തിങ്കളാഴ്ചയാണ് കണ്യാല മൗല തങ്ങളെ പ്രസവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ചെറുപ്പത്തിൽ തന്നെ പിതാവ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുകയാണ്. പിന്നീട് കണ്യാല മൗല തങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാണെന്നറിയോ? തമ്പലക്കോടൻ സൂഫി മരക്കാരുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഹാഫിളത്ത് ഫാത്തിമ എന്നറിയുന്ന വലിയ സൂഫി കുടുംബത്തിൽപ്പെട്ട വല്ലാതെ സൂക്ഷ്മതയിൽ ജീവിച്ച മഹതിയാണ് കണ്യാല മൗല തങ്ങൾ. ചെറുപ്പകാലത്ത് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സ്വന്തം അമ്മച്ചിന്റെ അടുത്തുനിന്നാണ് ഖുർആൻ പഠിക്കുന്നത് കണ്യാല മൗല തങ്ങൾ. അവിടെ നിന്ന് ഖുർആൻ പഠനം പൂർത്തിയാക്കിയ കണ്യാല മൗല തങ്ങൾ നല്ല അധ്വാനിക്കുന്ന മനുഷ്യനായിരുന്നു. ചെറുപ്പത്തിലെ അധ്വാനമാണ്. രാവിലെ മുതൽ ഏകദേശം ഒരു 10 മണി സമയം വരെ പാടത്ത് അവർക്ക് വലിയ പാടമുണ്ടായിരുന്നു. ആ പാടത്തിലേക്ക് വരുന്ന പണിക്കാർക്ക് ചായ കൊണ്ടു കൊടുക്കലും, ആ പണിക്കാരോടുകൂടെ രാവിലെ മുതൽ 10 മണി വരെ കൈക്കോട്ട് കൊത്തലും അധ്വാനിക്കലും മഹാനാകുന്ന കണ്യാല മൗലയുടെ ചെറുപ്പത്തിലുള്ള രീതിയായിരുന്നു. അങ്ങനെ രാവിലെ 10 മണിയായ വേഗം കുളിച്ചു മാറ്റിയിട്ടതാ ഒരു തൂക്കിയ പാത്രത്തിൽ കഞ്ഞിയുമായിട്ട് പട്ടിക്കാട് റഹ്മാൻ മസ്ജിദിലേക്ക് കടന്നു പോകുകയാണ്. എന്തിനു വേണ്ടി? കിതാബ് ഓതി പഠിക്കാൻ.
ഹാഫിളായ കണ്യാല മൗല ഉണ്ടല്ലോ. ചില ആളുകളൊക്കെ കണ്യാല മൗല തങ്ങൾക്ക് വിവരമില്ല, ആലിമല്ല, ഇൽമില്ല, അയാൾ ഇങ്ങനെ പെട്ടെന്ന് ഔലിയായതാണെന്നെല്ലാം പറയാറുണ്ട്. പക്ഷേ കണ്യാല മൗല ഹാഫിളാണ്, ഹാഫിളാണ്, ഹാഫിളാണ്. അവര് ഹിഫ്ള് പഠിച്ചത് എവിടെ നിന്നാണെന്നറിയോ? സ്വന്തം മാതാവായ ഹാഫിളത്ത് ഫാത്തിമ ബീവി ഖദ്ദസല്ലാഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിൽ നിന്നാണ്. അവിടെ നിന്നാണ് മഹാനവറുകൾ ഹിഫ്ള് പഠിക്കുന്നത്. പിന്നീട് കിതാബ് ഓതുകയാണ് പട്ടിക്കാട് റഹ്മാനിയ മസ്ജിദിൽ വെച്ചുകൊണ്ട് കിതാബ് ഓതുകയാണ്. സുബ്ഹാനല്ലാഹ്. കണ്യാല മൗലാത്തങ്ങൾ കിതാബ് ഓതി പഠിച്ചത് ആരുടെ അരികിൽ നിന്നാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ ആരും അറിയാതെ കഥ അറിയാതെ നമ്മൾ ആരും പറയാൻ പാടില്ല. കഥ അറിയാതെ നമ്മൾ ഒരു മനുഷ്യനെയും മികയ്ത്തുവാനോ ഒരു മനുഷ്യനെയും പുകയ്ത്തുവാനോ പാടില്ല. പഠിച്ചോ. കണ്യാല മൗല കിതാബോധി പഠിക്കുന്നത് ഒന്ന് മഹാനായ അരിപ്ര CK മുഹമ്മദ് മുസ്ലിയാർ എന്ന വലിയ ആലിമുണ്ടല്ലോ, വലിയ ആബിദുണ്ടല്ലോ, അവരുടെ അരികിലേക്കാണ് ഉമ്മാന്റെ അടുത്തുനിന്ന് കിതാബോധിയിട്ട്. രണ്ടാമതായി മഹാനവറുകൾ പഠിക്കുന്നതവിടത്തിലേക്കാണ്. മൂന്നാമത് പോകുന്നതെവിടെ? രണ്ടാമത് പോകുന്നതെവിടേക്കെന്നറിയോ? മഹാനായ കൈപ്പറ്റ ബീരാൻ കുട്ടി മുസ്ലിയാർ. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്യാല മൗലാത്തങ്ങൾ രണ്ടാമത് കിതാബോധുന്നത് എവിടെയാണ്? മൂന്നാം അവരൊക്കെ വലിയ ആലിമീങ്ങളാണ്, വലിയ ആബിദീങ്ങളായ മനുഷ്യന്മാരാണ്. അവിടെ നിന്ന് പിന്നീട് കിതാബോധാൻ പോകുന്നത് മുക്കൻ മുഹമ്മദ് മുസ്ലിയാരുടെ അരികിലേക്കാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ നിന്ന് അങ്ങനെ പല സ്ഥലങ്ങളിലായി കിതാബ് ഓതിയിട്ടുണ്ട്. പല 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 സ്ഥലങ്ങളിലായിട്ട് മഹാനായ കണ്യാല മൗല കിതാബ് ഓതിയിട്ടുണ്ട്. പട്ടിക്കാട് റഹ്മാനിയ മസ്ജിദില്, മങ്കട പഴയ ജുമാഅത്ത് പള്ളിയില്, പള്ളിപ്പുറം പഴയ ജുമാഅത്ത് പള്ളിയില്, പുത്തനങ്ങാടി പഴയ ജുമാഅത്ത് പള്ളിയില്, ഇങ്ങനെ 4 മഹല്ലത്തുകളിലായി കിതാബ് ഓതി പഠിച്ച ആലിമാണ് മഹാനായ ശൈഖുന കണ്യാല മൗല ഖദ്ദസല്ലാഹു തആല സിറൗൽ അസീസ്. ആ കണ്യാല മൗലയുണ്ടല്ലോ, നോക്കണേ സഹോദരന്മാരെ, സഹോദരിമാരെ, 16ാമത്തെ വയസ്സിൽ കുട്ടിയാകുന്ന കാലത്തിൽ അദ്ദേഹം പാടത്തിൽ ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴാണ് മഹാനായ കണ്യാല മൗലാത്തങ്ങളുണ്ടല്ലോ, മഹാനായ കണ്യാല മൗലാത്തങ്ങള് ഒരു ദിവസം 16ാമത്തെ വയസ്സിൽ പാടത്തിങ്ങനെ നിൽക്കുന്ന സമയത്തിലാണ് സുബ്ഹാനല്ലാഹ് ഒരു വയസ്സനായ മനുഷ്യൻ അവിടത്തിലേക്ക് കടന്നു വരുന്നത്. വന്നപ്പോ മുഖപരിചയമില്ല. മൗല ചോദിച്ചു, നിങ്ങൾ ആരാണ്? ആളെ പറഞ്ഞു കൊടുക്കുന്നില്ല. ആ സമയത്തിൽ മൗല തങ്ങളോട് പറയുകയാണ്, നല്ലതുപോലെ കിതാബ് ഓതി പഠിക്കണം കേട്ടോ, ഇന്നാലിന്ന ദിക്ർ ചൊല്ലണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് 16ാമത്തെ വയസ്സിലതാ ഖാദിരിയ ത്വരീഖത്തിന്റെ ദിക്റുകൾ അങ്ങ് ചൊല്ലാൻ കൊടുക്കുകയാണ്. ഈ 16 വയസ്സുകാരനായ ആ കുഞ്ഞുമോനുണ്ടല്ലോ, കണ്യാല മൗലാത്തങ്ങളുണ്ടല്ലോ, ആ മഹാന്റെ അരികിൽ നിന്ന് കേട്ട, അതായത് ഒരു അപരിചിതനാണ്, ഇന്നുവരെ കാണാത്തയാളാണ്, അവരുടെ മുഖപരിചയം പോലുമില്ല. അവരുടെ അരികിൽ നിന്ന് ദിക്ർ ചൊല്ലിയിട്ട് ദിക്ർ വാങ്ങിയിട്ട് മഹാനായ കണ്യാല മൗലാത്തങ്ങളെ ദിക്ർ ചൊല്ലി ജീവിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ മഹാനായ കണ്യാല മൗലാത്തങ്ങളുണ്ടല്ലോ, അവസാനം പുത്തനങ്ങാടിയിൽ വെച്ചുകൊണ്ട് മഹാനാകുന്ന മുക്കൻ മുഹമ്മദ് മുസ്ലിയാരുടെ അരികിൽ കിതാബോത്തങ്ങ് കഴിഞ്ഞപ്പോ പിന്നെ കണ്യാല മൗല യാത്ര ചെയ്യുകയാ. ഇങ്ങനെ ആയാ പറ്റില്ലല്ലോ, ഇലാഹായ റബ്ബിലേക്ക് അടുക്കണമല്ലോ. നമ്മുടെ മുൻഗാമികളായ ആളുകൾ സ്വർഗം ചോദിക്കുന്നത് അവരൊക്കെ കയ്യും കഴുകി ഇങ്ങനെ മൈക്കിലൂടെ വാള് പറഞ്ഞിട്ട് അങ്ങനെ ദുആ ചെയ്തിട്ട് കിട്ടിയ സ്വർഗമല്ലല്ലോ, അധ്വാനിക്കണമല്ലോ. അധ്വാനിക്കാതെ സ്വർഗം ലഭിക്കുകയില്ലല്ലോ. അങ്ങനെ അധ്വാനത്തിന് വേണ്ടി പുറപ്പെടുകയാണ് മഹാനായ കണ്യാല മൗല ഖദ്ദസല്ലാഹു തആല സിറൗൽ അസീസ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇറങ്ങി പുറപ്പെടുകയാണ്. ഇലാഹായ അല്ലാഹുവിനെ മനസ്സിൽ കരുതിയിട്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ
ദിക്റുകളുടെ ലോകത്തിലേക്ക് കടക്കുകയാണ്. സൃഷ്ടാവായ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഒരു ഹറാമ് പോയിട്ട് ഒരു കറാത്ത് പോലും ചെയ്യാതെ ലോകത്ത് ജീവിക്കുകയാണ് മഹാനായ കണ്യാല മൗലാ തങ്ങള്. അങ്ങനെ പിന്നീട് ഒരുപാട് മഹാന്മാരിലേക്കതാ മഹാനായ കണ്യാല മൗലാ ഖദ്ദസല്ലാഹു തആല അസ്റഉൽ അസീസ് ചെന്നെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനാകുന്ന കണ്യാല മൗല പിന്നീട് പോകുന്നത് അമ്പങ്കുന്ന് ബീരാൻ ഔലിയപ്പാപ്പയുടെ അരികിലേക്കാണ്. ഫോട്ടോ മാറ്റിയാളെ അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ആ പള്ളിയുടെ ഫോട്ടോ വെച്ചോ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഇത് ഒരു തബറുക്കിന് വേണ്ടി ഒന്ന് കാണിച്ചതാണ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഈ മഹാന്മാരുടെ കുരുത്തവും പൊരുത്തവും അല്ലാ സാധുക്കളായ ഞങ്ങൾക്ക് ഔദാര്യമായി നൽകണേ അല്ലാ. പടച്ചവനെ, ഈ മഹാന്മാരുടെ കറാമത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ സകലമാന പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാ. കണ്യാല മൗലാ തങ്ങളുണ്ടല്ലോ, പുറപ്പെടുകയാണ് അമ്പൻകുന്ന് ബീരാൻ ഔലിയപ്പാപ്പയുടെ അരികിലേക്ക്. അവിടെ ഒരുപാട് കാലം താമസിക്കുകയാണ്. പിന്നെ പോകുന്നു വടകര മമ്മദാജിയുടെ അരികിലേക്ക്. അവിടെയും മമ്മദാജിയുടെ കൂടെ അങ്ങ് ഖിദ്മത്ത് ചെയ്ത് കഴിയുകയാണ്. വടകര മമ്മദാജിയുടെ അരികിൽ നിന്ന് ദിക്ർ വാങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ അതാ പോകുന്നു ഞണ്ടാടി ശൈഖായ മഹാനാകുന്ന ഞണ്ടാടി അബൂബക്കർ മുസ്ലിയാറുണ്ടല്ലോ, അവിടത്തിലേക്കും കണ്യാല മൗലാ തങ്ങൾ ചൊല്ലുകയാണ്. ഇങ്ങനെ ഈ 3 മഹാന്മാരായ ഔലിയാക്കന്മാരുണ്ടല്ലോ, അമ്പങ്കുന്ന് ബീരാൻ ഔലിയപ്പാപ്പ, വടകര മമ്മദാജി തങ്ങള്, മഹാനാകുന്ന ഞണ്ടാടി അബൂബക്കർ മുസ്ലിയാർ, ഇവരുടെ അരികിലെല്ലാം പോയി ഇങ്ങനെ ദിക്ർ ചൊല്ലുന്നതിന്റെ ഇടയിലാണ് മഹാനായ കണ്യാല മൗലാ തങ്ങളുണ്ടല്ലോ ഒരു ദിവസം സിയാറത്തിന് വേണ്ടിയിട്ട് ഏർവാടിയും നാഗൂരും മുത്തുപേട്ടയും എല്ലാം പോയപ്പോ മഹാനാകുന്ന കണ്യാല മൗല മുത്തുപേട്ടയിൽ ദാവൂദുൽ ഹക്കീം ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് മഹാനവറുകളുടെ ദർഗാ ഷരീഫിന്റെ മുൻഭാഗത്തില് മഹാനാകുന്ന സിഎം വലിയുള്ളാഹി തങ്ങള് ഇടക്കിടക്ക് പോയി മുത്തുപേട്ടയിലെ റിയാലക്കിരിക്കുമായിരുന്നു. അങ്ങനെ മഹാനാകുന്ന മുത്തുപേട്ട ശൈഖിന്റെ ദാവൂദുൽ ഹക്കീം മുത്തുപേട്ട തങ്ങളുടെ ഒരുപാട് അത്ഭുത കറാമത്തുകൾ നിരവധി പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് പറയാം നമുക്ക്. ആ മുത്തുപേട്ട ദർഗയിലേക്ക് മഹാനായ കണ്യാല മൗലാ തങ്ങൾ അങ്ങ് ചെല്ലുകയാണ്. അവിടെ ഇങ്ങനെ റിയാലക്കിരിക്കുകയാണ്. ആ മുത്തുപേട്ടയിലേക്ക് എത്തുന്നത് അമ്പങ്കുന്ന് ബീരാൻ ഔലിയപ്പാപ്പയുടെ അരികിൽ നിന്ന് മഹാനാകുന്ന ഞണ്ടാടി അബൂബക്കർ മുസ്ലിയാരുടെ അരികിൽ നിന്ന്, അതുപോലെ മഹാനാകുന്ന വടകര മമ്മദാജിയുടെ അരികിൽ നിന്നാണ് ആ മഹാനാകുന്ന കണ്യാല മൗലാ തങ്ങളെന്ന യുവാവ് മുത്തുപേട്ടയിലേക്ക് ചെന്നെത്തുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോയത്തിനേക്ക് ഹാഫിളാണ്, ആലിമാണ്, ആബിദാണ് മഹാനാകുന്ന കണ്യാല മൗലാ തങ്ങൾ കേട്ടോ. അങ്ങനെ ഒരു ദിവസം മുത്തുപേട്ടയിൽ ദർഗാ ഷരീഫിന്റെ മുൻഭാഗത്തില് ഒരു ഫഖീറിനെ പോലെ തമ്പലക്കോടൻ കുടുംബത്തിൽ പിറന്ന മഹാനാകുന്ന കണ്യാല അബ്ദുള്ള ഹാജി എന്നറിയുന്ന കണ്യാല മൗലാ പാപ്പയുണ്ടല്ലോ, അവരിങ്ങനെ കിടക്കുന്ന സമയത്തില് മുത്തുപ്പെട്ട ശൈഖിനെ അതാ കിനാവിലൂടെ കാണുകയാണ്. എന്നിട്ട് പറയുന്നു കണ്യാല മൗലയോട്, അബ്ദുള്ള ഹാജി, നിങ്ങൾ പോയ മഹാന്മാരൊക്കൊന്നും ചില്ലറക്കാരല്ല, അവരൊക്കെ വലിയ വലിയ മനുഷ്യന്മാര് തന്നെയാണ്. നിങ്ങളാവട്ടെ ആത്മീയദാഹിയുമാണ്. ആത്മീയദാഹി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വലിയാവാൻ വേണ്ടി പ്രയത്നിക്കുന്ന ആള് എന്നല്ല. നിങ്ങളൊരു സൂഫിയായ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ വലിയ ഗമയോടുകൂടെ നടക്കണമെന്ന് ചിന്തിക്കുന്നവരല്ല. അവര് ഔലിയാക്കന്മാര് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ, ആളുകളുടെ ഇടയിൽ പോയി ഞാനൊരു ശൈഖാണെന്നുള്ള ചിന്തയില്ലാതെ ഇലാഹായ അല്ലാഹ് എന്ന് ചിന്തിച്ച്
ജീവിച്ചവരാണ് അവരെല്ലാവരും. അങ്ങനെ മഹാനായ കണ്യാല മൗല മുത്തുപ്പേട്ട ദർഗയിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ മുത്തുപ്പേട്ട ശൈഖന കിനാവിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. ആരെയാണ് കാണിച്ചു കൊടുക്കുന്നതെന്നറിയോ? വെളിയങ്കോട് ഉമർ ഖാളിയുടെ മഖാമിൽ നിന്ന് കുറച്ചുകൂടെ കിലോമീറ്ററുകൾ പുത്തമ്പള്ളിയുടെ ഭാഗത്തിലേക്ക് അങ്ങ് കടന്നു പോകുമ്പോ അവിടെ പാടത്തക്ക എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഇന്നാലിന്ന മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. അയാളെ ഒന്ന് പോയിട്ട് കാണാൻ മഹാനായ പുത്തമ്പള്ളി ശൈഖന കണ്യാല മൗല തങ്ങളോട് അറിയിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണേ. ഇതൊന്നും എന്തിനല്ല? ഒരാത്മീയ കച്ചവടത്തിനല്ല. ഇതൊക്കെ ഇറങ്ങിയപ്പോ നമ്മൾ ആദ്യം തന്നെ ഇറങ്ങുന്നത് എങ്ങനെയാ? ഇതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കണം എന്ന് കരുതിയിട്ടല്ലേ? ആ മൂല്യനാക്കുന്നത് നിന്നെന്തിനാ? നല്ല മഴതൊക്കെ പറഞ്ഞ ഉസ്താദ് നല്ല പൈസ അല്ലേ? ഇപ്പൊ മൂല്യമാർക്ക് പണിയില്ലാത്തൊരു പറയാ. അങ്ങനെ മൂല്യാരാക്കിയിട്ട് എന്ത് കാര്യം? അങ്ങനെ മൂല്യാരാക്കിയിട്ട് എന്ത് കാര്യം? ഉസ്താദ് എന്റെ മകനെ ഹാഫിളാക്കുന്നുണ്ട്. എന്തിനാ ഇപ്പൊ തിരക്ക് പിടിച്ച് മകനെ ഹാഫിളാക്കുന്നത്? ഉസ്താദെ റമളാനിൽ ഹാഫിളീങ്ങൾ ഇമാമത്ത് നിന്നാ ചുരുങ്ങിയത് 50,000 രൂപയെങ്കിലും കിട്ടുമല്ലോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഹാഫിളാക്കിയിട്ടൊരു കാര്യവുമില്ല. ഉസ്താദ് എന്റെ മകനെ ദാറുൽ ഹുദയിലേക്ക് ഞാൻ പറഞ്ഞു വിടുകയാണ്. എന്തിനാ ദാറുൽ ഹുദയിലേക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞേക്കുന്നത്? ഉസ്താദെ 12 കൊല്ലമാണല്ലോ അവിടുത്തെ കോഴ്സ്. ആ കോഴ്സ് കഴിഞ്ഞ അബുദാബിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളിലോ നല്ല നല്ല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത നല്ല ശമ്പളം കിട്ടുമല്ലോ എന്ന ചിന്തയോടെ ദാറുൽ ഹുദയിലേക്ക് കൊടുത്തയച്ച ആ മകനെ ആലിമാക്കിയ കൂലി ഉണ്ടല്ലോ എന്റെ ഉമ്മ ലഭിക്കുകയേ ഇല്ല. നേരെ മറിച്ച് പടച്ചവനെ ഞാൻ ദാറുൽ ഹുദയിലേക്ക് ആക്കുന്നത് ഒരു ഉഖറവിയായ ആലിമാവണം. എന്നിട്ട് ആലിമായതിന് ശേഷം അയാള് ബ്രിട്ടനിലേക്ക് പോകട്ടെ, അയാൾ അമേരിക്കയിലേക്ക് പോകട്ടെ, അയാൾ ഈജിപ്തിലേക്ക് പുറപ്പെടട്ടെ, അയാൾ സൗദിയിലേക്ക് പോകട്ടെ, അയാൾ ഒമാനിലേക്ക് പോകട്ടെ, എന്നിട്ട് അവിടെ ഉയർന്നതായ ജോലി കിട്ടിക്കോട്ടെ. അതൊന്നും പ്രശ്നമേ അല്ല. അതിന്റെ ഇടയിലൂടെ എന്റെ മകൻ അല്ലാഹുവേ നീ ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ജീവിക്കണമെന്ന് ചിന്തിക്കണം കേട്ടോ. അതേപോലെ തന്നെയാണ് അല്ലാഹുവിന്റെ ഇബാദത്ത് എടുക്കുന്ന വിഷയത്തിലും ഒരു മനുഷ്യൻ ദിക്ർ ചൊല്ലുമ്പോ ഞാൻ വലിയൊരു വലിയാകണമെന്ന് ചിന്തിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലല്ലേ. അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചൊല്ലിക്കോ. കണ്യാല മൗലയുടെ ത്വരീഖത്തുകളൊക്കെ ഉണ്ടല്ലോ, ഖാദിരിയ ത്വരീഖത്തുണ്ടല്ലോ, റിഫാഇയ ത്വരീഖത്തുണ്ടല്ലോ. ആ ത്വരീഖത്തുകളെല്ലാം സ്വീകരിക്കാൻ വേണ്ടി പോകുമ്പോ അത് സ്വീകരിക്കുന്ന സമയത്തിലും സ്വീകരിക്കാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്തിലും ഇൻഷാ അല്ലാഹ് ആ ത്വരീഖത്ത് ഞാൻ സ്വീകരിക്കുന്നത് ഇതുവഴി എനിക്ക് എന്റെ റബ്ബിനെ കാണാൻ കഴിയണം, എനിക്ക് എന്റെ ഇബാദത്തിൽ ലദ്ദത്ത് കിട്ടണം, എനിക്ക് എന്റെ ഇബാദത്തിൽ ഒരു പ്രത്യേകമായ രസം കിട്ടണം, എനിക്ക് അല്ലാഹുവിനെ ഓർക്കാൻ എനിക്ക് കഴിയണം, എനിക്കൊരു ഹറാമുകൾ തന്റെ ജീവിതത്തിലേക്ക് ചെയ്യാതെ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം എന്നുള്ള ചിന്തയുണ്ടല്ലോ. ആ ചിന്തയിലേക്കാണ് മനുഷ്യന്മാർ കടന്നു വരേണ്ടത്. മഹാനാകുന്ന കണ്യാല മൗല തങ്ങളുണ്ടല്ലോ, കണ്യാല മൗല തങ്ങളുണ്ടല്ലോ. ആ മഹാനായ കണ്യാല മൗലയതാ പാടത്തക്കായിലേക്ക് കടന്നു പോകുകയാണ്. അവിടെ എങ്ങ് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ് കണ്യാല മൗല ഞെട്ടിത്തെരിക്കുകയാണ്. കാരണം എന്തെന്നറിയോ? തന്റെ 16ാമത്തെ വയസ്സില് താൻ പാടത്തിൽ ജോലി ചെയ്യുന്ന സമയത്തില് ജോലിക്കാരുടെ കൂടെ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോ മോനെ നീ പാടത്തിൽ ജോലി ചെയ്യേണ്ട ആളല്ല, നീ കിതാബോധി പഠിക്കേണ്ട ആളാണ്, മോനെ നീ കിതാബോധി പഠിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഖാദിരിയ ത്വരീഖത്തിന്റെ ചില ദിക്റുകൾ അങ്ങ് കൊടുത്തിട്ടില്ലയോ? ആ കൊടുത്ത മഹാനാകുന്ന കണ്യാല മൗല തങ്ങള് അവരുടെ മുഖം ഖൽബിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. പാടത്തക്കായി സ്വാലിഹ് മൗല തങ്ങളുടെ അരികിലേക്ക് അങ്ങ് ചെന്നപ്പോ കണ്യാല മൗല അന്തം വിടുകയാണ്. 16ാമത്തെ വയസ്സിൽ എന്റെ മുമ്പിലേക്ക് വന്നയാള് വേറെ ആരുമല്ല, മഹാനാകുന്ന സ്വാലിഹ് മൗല
എന്നാണെന്ന് ഉറപ്പിക്കുകയാണ്. അതാണ് സുബ്ഹാനല്ലാഹ് കണ്യാല മൗലയുടെ ശൈഖ് സ്വാലിഹ് മൗല തങ്ങളാണ്. 16ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് സ്വാലിഹ് മൗല കണ്യാല മൗല തങ്ങളെ തർബിയത്ത് ചെയ്യാൻ. 16ാമത്തെ വയസ്സിൽ സ്വാലിഹ് മൗല തങ്ങൾ വന്നു. അതിന് കാരണമുണ്ട്. മഹാനായ സ്വാലിഹ് മൗല തങ്ങളുണ്ടല്ലോ, സ്വാലിഹ് മൗലയുടെ ശൈഖായ മഹാനാകുന്ന ജലാൽ മസ്താൻ മൗല തങ്ങൾ പറഞ്ഞു കൊടുത്തതാണെന്ന് പറയപ്പെടുന്നു. ആ സ്വാലിഹ് മൗലയുണ്ടല്ലോ, വെളിയങ്കോട് നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോ അവിടെ നിന്ന് വലത് ഭാഗത്തിലേക്ക് ഒരു പോക്കറ്റ് റോഡ് കാണാം. ആ പോക്കറ്റ് റോഡിലൂടെ കുറച്ചങ്ങ് ദൂരേക്ക് യാത്ര ചെയ്യുമ്പോ ഏകദേശം ഒരു 10-200 മീറ്റർ ഉണ്ടാകുമെന്നാ തോന്നുന്നത്. അവിടത്തിലേക്ക് പോകുമ്പോ ഒരു വെള്ള പെയിന്റ് അടിച്ചൊരു പള്ളി കാണാം. ആ പള്ളിയുടെ ഉള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാകുന്ന സ്വാലിഹ് മൗല തങ്ങളുണ്ടല്ലോ. ആരാ മക്കളോ സ്വാലിഹ് മൗല എന്നറിയോ? അവരാണ് ജലാൽ മസ്താൻ മൗല തങ്ങളുടെ പ്രിയപ്പെട്ട ഖലീഫ. ഇനി ആരാണ് ജലാൽ മസ്താൻ മൗല തങ്ങള്? ആരാണ് ജലാൽ മസ്താൻ മൗല തങ്ങൾ എന്നറിയോ? ജലാൽ മസ്താൻ മൗല തങ്ങൾ ജനിക്കുന്നത് കവരത്തിയിലാണ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനമായ കവരത്തി ഉണ്ടല്ലോ, ആ കവരത്തിയിലാണ് മഹാനായ ജലാൽ മസ്താൻ മൗല തങ്ങൾ ജനിക്കുന്നത്. അതായത് ഹിജ്റ 1284 മഹാനാകുന്ന ജലാൽ മസ്താൻ മൗല തങ്ങൾ ജനിക്കുന്നത്. ആരാണ് ജലാൽ മസ്താൻ മൗല തങ്ങളുടെ മാതാവെന്നറിയോ? വലിയ സൂഫി വലിയ കുടുംബത്തിൽപ്പെട്ട മഹദിയായ സയ്യിദത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് മഹാനായ ജലാൽ മസ്താൻ മൗല തങ്ങളുടെ മാതാവ്. ഫാത്തിമ എന്ന് പറയുന്ന ആ സയ്യിദത്തിന്റെ കുടുംബ പരമ്പരയുണ്ടല്ലോ, അവരെല്ലാവരും മൗലിയാക്കന്മാരാ, അവരെല്ലാവരും തർബിയത്തിന് കഴിവുള്ളവരാണ്, അവരെല്ലാവരും മുറബ്ബിയായ മശായിഖന്മാരാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ ഉമ്മമാരെ, ഇന്ന് ഞാൻ പറയുന്ന ഓരോ പേരുകളും ഉണ്ടല്ലോ, ആ പേരുകളെല്ലാം പള്ളി ദർസിൽ കിതാബ് ഓതി കൊടുക്കുന്ന ഉസ്താദുമാരെ പേരുകളല്ല, മൂല്യമാരെ വാർത്തെടുക്കുന്ന ആലിമീങ്ങളെ പടച്ചുവിടുന്ന ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന വലിയ വലിയ ഉസ്താദുമാരുടെ ചരിത്രമല്ല ഇന്ന് പറയുന്നത്. ഇന്ന് പറയുന്നത് ഔലിയാക്കന്മാരെ വാർത്തെടുക്കുന്ന മഹാന്മാരെ കഥയാണ്. സുബ്ഹാനല്ലാഹ്. ജലാൽ മസ്താൻ മൗല തങ്ങളുടെ മാതാവുണ്ടല്ലോ, സൂഫി കുടുംബ പരമ്പരയിൽപ്പെട്ട മഹദിയായ സയ്യിദത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അല്ലാഹുവേ, ആ ഉമ്മാമയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി തരണേ അല്ലാഹ്. എല്ലാവരും ആമീൻ പറഞ്ഞേ. അല്ലാഹുവേ, ആ ഉമ്മാമയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെയും നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. അതാണ് ജലാൽ മസ്താൻ മൗല തങ്ങളുടെ മാതാവ്. പിതാവ് ആരെന്നറിയോ? മഹാനായ സയ്യിദ് അഹ്മദ് മൗല. ഇവരാണ് പിതാവ്. ഈ പിതാവ് സയ്യിദ് അഹ്മദ് മൗല തങ്ങൾ ആരെന്നറിയോ? കവരത്തിയിലെ മഹാനാകുന്ന മുഹമ്മദ് ഖാസിം വലിയുള്ള തങ്ങളുണ്ടല്ലോ, എന്നും ഗർഭിണികളായ പെണ്ണുങ്ങള് ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞുവാവകൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുമ്പോ മഹാനാകുന്ന കവരത്തിയിലെ തലസ്ഥാനമായ ലക്ഷദ്വീപിന്റെ തലസ്ഥാനമായ കവരത്തി ദ്വീപുണ്ടല്ലോ, ആ കവരത്തി ദ്വീപിലെ മഹാനാകുന്ന മുഹമ്മദ് ഖാസിം വലിയുള്ള തങ്ങളുടെ പേരിലങ്ങ് ഫാത്തിഹ ഓതിയ അല്ലാഹു ഫലം തരുന്നതാണ്. ഇല്ലേ, മരുന്ന് കഴിച്ചാലും ഫലം തരുന്നവൻ അല്ലാഹുവാണ്. മരുന്ന് കഴിക്കുമ്പോ ഫലം അല്ലാഹു തരുമല്ലോ. അതേപോലെ മുഹമ്മദ് ഖാസിം വലിയുള്ളാന്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് യാസീൻ ഓതി വെള്ളം കുടിക്കുമ്പോ അവർക്ക് അല്ലാഹു ഒരു ഫലം കൊടുക്കുന്നുണ്ട്.
കാരണം ദ്വീപുകാർക്ക് ഹോസ്പിറ്റലിലേക്ക് ചൊല്ലുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അന്നും പ്രയാസമാണ്, ഇന്നും പ്രയാസമാണ്. ആ സമയത്തിലാണ് മഹാനാകുന്ന ഖാസിം വലിയുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് ലക്ഷദ്വീപിലുള്ള ആളുകൾ ഭാര്യമാർക്ക് ഗർഭമായ അവരങ്ങോട്ട് ചൊല്ലും, മുഹമ്മദ് ഖാസിം വലിയുള്ളാഹിന്റെ അരികിലേക്ക് ചൊല്ലും. ആ സമയത്തിൽ അവര് ഒരു വെള്ളം മന്ദിരിച്ചങ്ങ് കൊടുക്കുന്നതാണ്, അവർക്കതിന് ഫലവും കാണുന്നതാണ്. അങ്ങനെ ഖാസിം വലിയുള്ളയുണ്ടല്ലോ, അവസാന സമയത്തിൽ വഫാത്തിനോടടുക്കുമ്പോ ആളുകളെല്ലാവരും വേവനാതിപ്പെടുകയാണ് ഖാസിം വലിയുള്ള തങ്ങളോട്. അല്ല ഖാസിം വലിയുള്ള, നിങ്ങളങ്ങ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയാ ഞങ്ങളുടെ ഭാര്യമാര് ഗർഭിണികളാകുമ്പോ ആരുടെ അരികിൽ വന്നുകൊണ്ടാ ഞങ്ങളുടെ പ്രയാസങ്ങൾ പറയുക? നിങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവുണ്ടല്ലോ, നിങ്ങളുടെ ഫളിലാക്കപ്പെട്ട നാവുണ്ടല്ലോ, അല്ലാഹുവിനെ സദാ സമയത്തിലും ദിക്ർ ചെല്ലുന്ന നാവുണ്ടല്ലോ, ഒരു ഹറാമ് പോലും പറയാത്ത നാവുണ്ടല്ലോ, ആ നാവിലൂടെ മന്ദിരിക്കുന്ന വെള്ളം ഞങ്ങൾക്ക് കിട്ടാതെ പോയാ ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടാകുമല്ലോ. ആ സമയത്തിലാണ് മഹാനായ ഖാസിം മൗല ഖാസിം വലിയുള്ളാഹി തങ്ങളുണ്ടല്ലോ, മുഹമ്മദ് ഖാസിം വലിയുള്ളാഹ്, അവരങ്ങ് ആ മഹാനവറുകളുടെ തൊട്ടു ചാരയുള്ള ഒരു കിണറ്റിലേക്ക് അങ്ങ് മന്ദിരിച്ചു കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടുപോയി കഴിക്കുന്നവരുടെ ഗർഭപാത്രത്തിൽ അവര് സുഖപ്രസവം നടക്കുകയാണ്, അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, എന്റെ ഭാര്യ ഗർഭമായ സമയത്തില് എന്റെ അഭിവന്ദരായ ശൈഖുന പന്മള ബഷീർ ബാക്കവി ഉസ്താദിന്റെ അരികിലേക്ക് ഞാൻ ചെന്നു. ഏകദേശം എന്റെ ഭാര്യക്ക് മൂന്നാമത്തെ പ്രസവത്തില് ഏകദേശം 8 മാസമായപ്പോ എന്റെ അഭിവന്ദനായ ബഷീർ ഉസ്താദിന്റെ അരികിലേക്ക് ഞാൻ പോയപ്പോ ഉസ്താദ് അതാ ഒരു കുപ്പിയിൽ വെള്ളം തരുകയാണ്. മോനെ, ഇത് നിന്റെ ഭാര്യക്ക് കൊടുത്തോളൂ, ഭാര്യയുടെ പ്രസവം അല്ലാഹു സുഖപ്രസവം. ಓಕೆ ಆಯ್ತು. ಅಲ್ಲ ಬಿಗಿನ್ ನೋಡಿದೆ ಬಿಗಿನ್ ಬಿಗಿನ್ ಬಂದಿತ್ತು ನೋಡಿ ಅವ್ರು
നോർമൽ ಎಲ್ಲ ಸಿಗ್ತಾರೆ ತಗೊಳ್ಳಿ ಸ್ವಲ್ಪ ಇದೆ ಕಡೆ 10 ನಿಮಿಷ ನಾಲ್ಕು ಕನ್ನಡ ಕನ್ನಡ ಆಯ್ತಲ್ಲ ಹ್ಞೂ